ഹായ്, വെൽക്കം ടു വാലീസ് കുക്കിംഗ് വ്ലോഗ്. ഇന്ന് നമ്മൾ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ലഡു ഉണ്ടാക്കാം എന്നാണ് കാണാൻ പോകുന്നത്. ഈ ലഡു നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് റവ ലഡു. ലഡു ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് റവ വറുത്തെടുക്കാം. ഒരു പാൻ എടുത്ത് ഇതിലേക്ക് റവ ചേർത്ത് കുറഞ്ഞ തീയിലിട്ട് ഇളക്കുക. നിറം മാറാതെ തുടർച്ചയായി ഇട്ട് ഇളക്കി വറുത്തെടുക്കണം. ഇനി ഈ വറുത്തെടുത്ത റവ ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് 2 കപ്പ് പാല് അല്പാൽപമായി ഒഴിക്കുക. കട്ട കെട്ടാതെ നന്നായി ഇളക്കി റവയൊന്ന് കുതിർക്കാനായി മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലെങ്കിൽ ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്താലും മതി. ഇനി ഇത് ചെറു തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിക്കുക. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും കശുവണ്ടി, മുന്തിരി എന്നിവ ചേർത്ത് വറുത്തെടുക്കുക. ഇനി ഇതേ നെയ്യിലേക്ക് കുതിർക്കാനായി പാലിൽ ഒഴിച്ചു വെച്ചിരുന്ന റവ എടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നെയ്യിലേക്ക് ചേർക്കുക. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. പാലിൽ കിടന്ന റവയെല്ലാം ഒന്ന് വെന്ത് കുറുകി വരണം. ഇപ്പോൾ റവ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ കട്ടയൊക്കെ ഉടയാനായി ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കുക. തവി കൊണ്ട് തന്നെ ഇളക്കിയാൽ കട്ടയുടയാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് വിസ്ക് ഉപയോഗിച്ച് കുറച്ചു നേരം ഇളക്കിയാൽ നന്നായി ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് ഇളക്കുക. ഇനി ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഏകദേശം നല്ല ചൂടോടെ തന്നെ എടുത്ത് ഉരുട്ടുക. കയ്യിൽ അല്പം നെയ്യ് പുരട്ടണം. ഇത് കൈ പൊള്ളാതിരിക്കാനും ലഡു കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയും നന്നായി ഉരുണ്ടു വരാനും സഹായിക്കും. നല്ല മൃദുത്വവും രുചിയുമുള്ള ലഡുവാണിത്. റവ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല നല്ല വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം.